ഹലോ ഗൈസ്, എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയിലെ കൂട്ടുകാരെ, നമ്മുടെ ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തിലാട്ടോ. നമ്മുടെ ശ്രുതി അമ്മയാകാൻ പോകുകയല്ല. അപ്പൊ ഭഗവാന്റെ മുന്നിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അവരുടെ വിവാഹം രണ്ടാമതാണ് നടന്നതെങ്കിൽ കൂടിയും അവർക്കാണ് ആദ്യമായി കുഞ്ഞുണ്ടാകാൻ പോകുന്നത്. ഭഗവാനെ നന്ദി എന്നൊക്കെ പറഞ്ഞിങ്ങനെ വരുന്നൊക്കെ ഉണ്ട്. അപ്പൊ പ്രാർത്ഥിച്ചിങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ രേവതിനെ കാണുന്നുണ്ട്. രേവതിയും സച്ചിയും നമ്മുടെ രവീന്ദ്രൻ അച്ഛനും അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ രേവതിനെ നോക്കി ചന്ദ്രമതി ഇങ്ങനെ പറയുന്നുണ്ട്, ആ ചിലവർക്കൊന്നും ഈ ഭാഗ്യം അടുത്തൊന്നും ഉണ്ടാവത്തില്ല, അതിന് യോഗം വേണം, യോഗം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ രേവതിനെ കളിയാക്കിയിട്ട് നമ്മുടെ രവീന്ദ്രന്റെ അടുക്കൽ പോയി ഇരുന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അതെ, ഞാൻ പറഞ്ഞില്ലേ ശ്രുതിമോൾക്കായിരിക്കും ആദ്യം കുഞ്ഞ് വരാൻ പോകുന്നത്. നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ അടുത്ത് പറ, ആധാരമൊക്കെ റെഡിയാക്കി വെക്കാൻ പറ. ആദ്യം വരാൻ പോകുന്ന കൊച്ചിന്റെ പേരിൽ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കുമെന്നല്ലേ നിങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞേ എന്ന് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ രവീന്ദ്രൻ, ഓഹോ അതാർന്നല്ലേ നിന്റെ മനസ്സിൽ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ രേവതി ഇങ്ങനെ ഭയങ്കര ധൃതി പിടിച്ച് ഇങ്ങനെ ഹോളിൽ കൂടി പോകുമ്പോൾ അവിടെ ഒരു കുന്ന് മാങ്ങ ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും, പച്ച മാങ്ങ. അതിലിങ്ങനെ തെന്നി നമ്മുടെ രേവതി വീഴാൻ പോകുന്നുണ്ട്. കറക്റ്റായിട്ട് നമ്മുടെ സച്ചി കയറി പിടിക്കുന്നുണ്ട്, നമ്മുടെ രേവതി വീഴാതിരിക്കുന്നുണ്ട്. ശേഷം ഇവർ നമ്മുടെ സച്ചിയുടെ കയ്യിൽ നമ്മുടെ രേവതി, പിന്നെ ഇവർ കണ്ണും നോക്കുന്നു. ഇങ്ങനെ ആ ഒരു പ്രണയാർദ്രമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാർ ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. എന്തായാലും ശ്രുതി പ്രഗ്നന്റ് അല്ലാന്ന് ശ്രുതിക്കറിയാം അല്ലേ. ഈ ചന്ദ്രമതിയുടെ ഈ ഒരു സന്തോഷമൊക്കെ ലേശം സമയത്തേക്ക് മാത്രം അല്ലേ കൂട്ടുകാരെ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.